ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് April 4th, ദുഃഖ ശനിയാഴ്ചയാണ്. നാട്ടിലിപ്പോൾ ഓൾറെഡി ഈസ്റ്റർ ആയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു ഓർമ്മയുടെ ദിവസമാണ് എനിക്കിന്ന്. എൻ്റെ അമ്മ മരിച്ചിട്ട് 15 വർഷം തികയുന്ന ദിവസമാണിന്ന്. അപ്പം നമ്മുടെ ചാനൽ, ചക്കപ്പുഴുക്ക് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷവും ഇന്ന് തികയുവാണ്. കാരണം അമ്മയുടെ 10ാം ചരമവാർഷികത്തിന് അമ്മയ്ക്ക് ഒരു സ്നേഹ സമ്മാനമായിട്ട്, സ്നേഹപൂർവ്വം എൻ്റെ അമ്മയ്ക്കെന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ പേര് തന്നെ. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. അപ്പം 5 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ചാനലിന് പ്രത്യേകിച്ച് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റോ ഒത്തിരി വ്യൂസോ അല്ലെങ്കിൽ സാധാരണ യൂട്യൂബേഴ്സിനെ പോലെ യൂട്യൂബിൽ കൂടി ഒരു ഇൻകം കിട്ടുന്ന ആളോ ഒന്നുമല്ല ഞാൻ. എങ്കിലും ഈ ഒരു കൊച്ചു ചാനൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഓർക്കാതെ തന്നെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എന്നെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു സ്നേഹം, ആ ഒരു മരിച്ചാലും മരിക്കാത്ത ആത്മാവുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു ബന്ധമാണ് എനിക്ക് ഈ ചാനൽ. അതുകൊണ്ട് എൻ്റെ അമ്മ ഒരു ഓൾറൗണ്ടർ കലാകാരിയായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കൊച്ചു കൊച്ചു പാട്ടുകൾ ഒന്നിലും പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നെങ്കിലും എല്ലാത്തിലും കുറച്ച് പാടും, എഴുതും. പിന്നെ അമ്മയുടെ ഹ്യൂമർ സെൻസ്, നന്നായിട്ട് ഒരു വിഷയം സംസാരിക്കാനായിട്ട്, അത് കേൾക്കുന്ന ആൾക്കാരിലേക്ക് അത് എത്തിക്കാനായിട്ട്, ഒരു കഥ പറയുവാണേലും എന്ത് പറയാനുള്ള ആ സ്ഥലത്തേക്ക് അമ്മയുടെ ആ ഒരു സംസാരത്തിലൂടെ, ആ ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ കൊണ്ടുപോകുമായിരുന്നു, ആ ഒരു വിവരണത്തിലൂടെ. എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ചും കൂടിയൊക്കെ മറ്റുള്ളവരെ അറിയണം എന്നൊക്കെ. മാനുഷികമായിട്ട് നമ്മളെല്ലാവരും, മനുഷ്യ ജന്മമാകുമ്പോൾ നമ്മളെല്ലാവരും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, ഷൈനി അത് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നും വേറെ ഒന്നും ഓർക്കണ്ട, നമ്മളെ എല്ലാം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാനെ തന്നെ നമ്മളെപ്പോഴും ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം, ഓശാന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കൈൻഡ് ഓഫ് ബട്ടറിങ് മണിയടിച്ചുകൊണ്ടിരിക്കുക അല്ലേ. തമ്പുരാൻ കർത്താവ് പോലും സൃഷ്ടികളുടെ അടുത്തുനിന്ന് സ്തുതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഒരു ചെറിയ സൃഷ്ടി, ഒരു പുല്ല്, ഒരു തൃണം പോലെയുള്ള മനുഷ്യജന്മം, നമ്മളൊക്കെ അംഗീകാരങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും അർഹതപ്പെട്ട അംഗീകാരം കിട്ടാതെ കടന്നു പോകുന്ന അർഹതയുള്ള കുറേ ജന്മങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അതിലൊരാളാണ് എൻ്റെ അമ്മ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മയ്ക്ക് നടക്കാതെ പോയ കുറേ കൊച്ചു ആശകൾ, അമ്മ അവസാന കാലങ്ങളിലൊക്കെ ഈ ഡയാലിസിസ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പം ഒരു റിട്ടയർമെൻറ്റ് ഹോമിൽ, കാരിത്താസ് ഹോസ്പിറ്റലിനോട് ചേർന്ന റിട്ടയർമെൻറ്റ് ഹോമിലായിരുന്നു അമ്മ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ചാപ്പലിൽ എന്നും രാവിലെ കുർബാനയുണ്ടല്ലോ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എടി കൊച്ചേ, എനിക്ക് കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് നാളെ ഈ പാട്ടൊന്ന് പാടണമെന്ന് വലിയ ആഗ്രഹമാണ്. ഏതാണെന്നറിയാവോ? ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, യേശുവേ നീ വരുമോ എന്നുള്ള പാട്ട്. അതുപോലെ തന്നെ അവസാന കാലങ്ങളിൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള വേറൊരു പാട്ടാണ്. ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാവും കൊച്ചേന്ന് പറഞ്ഞുകൊണ്ട്, സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു, തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു എന്നുള്ള പാട്ട്. അപ്പം ഞാൻ ഓർക്കും, അമ്മയ്ക്ക് സഫലീകരിക്കാതെ പോയ അമ്മയുടെ കൊച്ചു ആശകൾ എന്നിൽ കൂടെ, ഈ ഒരു കൊച്ചു ചാനലിൽ കൂടെ 100-200 പേരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് നടക്കാൻ ഇതൊരു കാരണമായി ഈ ചാനൽ എന്നാണ് ഞാൻ ഈ ചാനലിനെ കുറിച്ച് എൻ്റെ ഉള്ള ഒരു സന്തോഷം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് വരുമാനമൊന്നും ഇല്ലെങ്കിലും ഞാനതിനെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് മാനസികമായ കുറേ സന്തോഷങ്ങൾ തരുന്ന ഒരു മീഡിയയാണ്, ഒരു മാധ്യമമാണിത്. അപ്പം അമ്മയെപ്പോലെ തന്നെ ഞാനും ഇച്ചിരി പാടും എന്ന് പറഞ്ഞാൽ അതിൽ പെർഫെക്ഷൻ ഒന്നുമില്ല. നല്ലൊരു പാട്ടുകാരി എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഇച്ചിരി എഴുതും, ഇച്ചിരി സംസാരിക്കാനുള്ള കഴിവൊക്കെ അമ്മയുടെ ഇത് കിട്ടിയിരിക്കുവാണ്. അപ്പം നമ്മളത് അമ്മയ്ക്ക് ശേഷം ഞാൻ മരിക്കുന്നത് വരെയും എൻ്റെ അമ്മ ഈ ഭൂമിയിൽ ജീവിക്കുവാണ് എന്നിലൂടെ എന്നാണ് എൻ്റെ വിചാരം. എന്നോട് പലരും പറയാറുണ്ട്, ശാന്തമ്മ പറയുന്ന പോലെ തന്നെയാണ് നിൻ്റെ വർത്തമാനം എന്നൊക്കെ. ആ രൂപം മാത്രം എനിക്ക് കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആ സംസാരത്തിൻ്റെ രീതിയും എല്ലാം എൻ്റെ അമ്മയുടെ മകളായിട്ട് ജനിച്ചതിൽ ഞാൻ ഒത്തിരിയും അഭിമാനിക്കുകയും, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇനിയും എൻ്റെ അമ്മയുടെ മകളായിട്ട് തന്നെ ജനിക്കണം എന്ന് തന്നെയാണ്. കാരണം സാധാരണ അമ്മമാരെന്ന് ചിന്തിക്കാത്ത രീതിയിലുള്ള കുറേ ചിന്തകൾ, അന്നത്തെ കാലത്ത് ഒത്തിരി പഠിച്ചിട്ടൊന്നുമുള്ള ആളൊന്നുമല്ല അമ്മ. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ തട്ടിമുട്ടിപ്പോയി അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിലും ആ ഒരു സാഹിത്യത്തിലുള്ള ഒരു അറിവും എല്ലാമൊക്കെ പല ചിന്തകൾ, സാധാരണ മനുഷ്യർ ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്തകൾ എപ്പോഴും അമ്മ പറഞ്ഞു തരുന്ന കുറേ പാഠങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത്
അമ്മ പറയുമായിരുന്നു, ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും സ്നേഹത്തോടെ തന്നാൽ നീ മരിക്കുന്നോളം വരെ അവരെ നന്ദിയോടെ ഓർക്കണം, ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. ഇനി അഥവാ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നന്ദി ഉണ്ടായിരിക്കും മനസ്സിൽ, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അവരെ നമ്മുടെ പ്രാർത്ഥനകളിലെങ്കിലും നന്ദിയോടെ ഓർക്കണം. പിന്നെ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. അതമ്മ പറയുന്ന വേറൊരു കാര്യമായിരുന്നു. മോനെ, അഹങ്കാരം ആരംഭിക്കുന്നിടത്ത് അധപതനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അഹങ്കരിക്കരുത്, നമുക്കൊന്നും സ്വന്തമായിട്ടില്ല, എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ തന്ന ദാനം മാത്രമേ നമുക്കുള്ളൂ അല്ലേ. നമ്മൾ എന്തായിരിക്കുന്നു, നമ്മുടെ വ്യക്തിത്വമാകട്ടെ, നമ്മുടെ കൊച്ചു കൊച്ചു കഴിവുകളാകട്ടെ, അതൊക്കെ എപ്പം വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം. അതിലതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല, എൻ്റേതെന്ന് പറയാൻ നമുക്കൊന്നുമില്ല, എല്ലാം ഈ ഭൂമിയിൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു ദിവസത്തിൽ. അങ്ങനെയുള്ള ഒരാൾക്കാരാണ് നമ്മൾ മനുഷ്യജന്മം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ പ്രാർത്ഥനയെക്കുറിച്ച് അമ്മ പറയുമായിരുന്നു. നമ്മളിങ്ങനെ ഒത്തിരി അമ്മ ഒത്തിരി നീണ്ട പ്രാർത്ഥനയുടെ ഒന്നും ആളല്ലായിരുന്നു. കൊട്ടയ്ക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ഫുൾ കോൺസെൻട്രേഷനോടുകൂടി മൊത്തം പ്രാർത്ഥിച്ചെത്തിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. പക്ഷെ അതുപോലെ പലപ്പോഴും പല വിചാരത്തോടു കൂടിയൊക്കെ ഇരുന്ന് കുറേ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും ചൊല്ലി തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് ചൊല്ലുന്നതിലും നീ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ ഒരു നന്മ നിറഞ്ഞറിയോ ചൊല്ലിയുള്ളെങ്കിലും കുഴപ്പമില്ല, അത് നല്ല ഉൾക്കൊണ്ട് എൻ്റെ തമ്പുരാനെ ഇത് വിളിക്കുമ്പോൾ തമ്പുരാൻ്റെ അടുത്താ വിളി ചെല്ലണം എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. നമ്മുടെ ഒത്തിരി പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഓരോ വിഷമങ്ങളെയും നമ്മൾ എൻ്റെ തമ്പുരാനെ എന്ന് നമ്മളൊന്ന് വിളിക്കുകയല്ല. ആ ഒരു ദീർഘനിശ്വാസം, നമ്മുടെ അതുപോലും നിന്റെ നിശ്വാസങ്ങൾ പോലും അറിയുന്നവനാണ് തമ്പുരാൻ എന്നാണ് അല്ലേ. തമ്പുരാൻ നാണെന്നല്ല അതെ. അപ്പം നമ്മുടെ ഓരോ ഒരു വലിയ പ്രാർത്ഥനയായിട്ട് ആ ഒരു നിശ്വാസം തമ്പുരാൻ്റെ അടുക്കൽ എത്തുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു തന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കാം. അങ്ങനെ എത്രയോ ഉയർന്ന ചിന്തകൾ എല്ലാ മതങ്ങളിലും ദൈവം ഉണ്ടെന്നും ഇതൊക്കെ അങ്ങനെ കുറേ അങ്ങനെ അന്നത്തെ കാലത്തൊന്നും ആരും അങ്ങനെ ചിന്തിക്കാത്ത കുറേ വലിയ ചിന്തകൾ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ അങ്ങനത്തെ ഒത്തിരി ഉണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത്. അതുപോലെ സിംഗിൾ പേരൻറ്റിങ് എന്ന് പറഞ്ഞ പോലെ അപ്പച്ചൻ ഇച്ചിരി രോഗാവസ്ഥയിലും ഒക്കെ ഒത്തിരി വിഷമിച്ചിട്ടൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് അമ്മ തന്നെ ഒരു മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു അമ്മയുടെ. 4 മക്കൾക്ക് വേണ്ടി എൻ്റെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളായിരുന്നു അമ്മയുടെ. പ്രത്യേകിച്ചും ഈ തന്നെത്താനെ പല പല ഒറ്റപ്പെട്ട് മക്കളെ വളർത്തുന്ന അമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ടല്ലോ ഈ ലോകത്ത്. അപ്പം അവരുടെ ലോകം എന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങളാണ്. ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര ചക്കരയടയായിട്ടിരിക്കുന്ന ചക്കരയടയായിട്ടിരിക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോർമലായിട്ട് പോകുന്ന ഒരു കുടുംബ ജീവിതമാണെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരാൾക്കൊരാൾ സപ്പോർട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ തന്നെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പം ആ ഒരാളുടെ അപ്പനാണേലും അമ്മയാണേലും അവരുടെ ആ ലോകം മുഴുവനും ആ കുഞ്ഞുങ്ങളായി മാറുവാണ്. കാരണം മറ്റേ കേസിൽ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പം വലുതായി പറന്നു പോകും. ആ അപ്പനും അമ്മയും ഒരാൾക്കൊരാൾ കൂട്ടായിട്ടിരിക്കും. അങ്ങനെ അല്ലാതെ വരുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ എൻ്റെ അമ്മയും അതിലൊരാളായിരുന്നു എന്ന് പറയാം. അപ്പച്ചന് ഈ അസുഖമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മ ഒത്തിരിയും അതിൽ കൂടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ മക്കളെ വളർത്തേണ്ട അങ്ങനെയൊക്കെ അങ്ങനെ കൂടെ അവസാനം അമ്മ മരിച്ച് പെട്ടി കിടന്ന ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അച്ഛൻ്റെ പ്രസംഗം, അച്ഛൻ പറഞ്ഞ പ്രസംഗം ഞാൻ എപ്പോഴും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയല്ല. മക്കൾക്ക് വേണ്ടി പൊരുതി മരിച്ച ഒരമ്മയാണെന്ന്. ആ അമ്മ മരണശേഷവും സ്വർഗത്തിലിരുന്ന് അമ്മയുടെ സ്നേഹത്തോടെ ആ 2 കണ്ണുകൾ എൻ്റെ മക്കളെ എന്നോർത്ത് ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്ന 2 കണ്ണുകൾ എപ്പോഴും നിങ്ങളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന അച്ഛൻ പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കാം. അത് സത്യമാണ്. ഞാൻ അമ്മയുടെ മരണശേഷം ഏത് സ്വപ്നം കണ്ടാലും എല്ലാ സ്വപ്നത്തിലും അമ്മയുണ്ട്. അമ്മ യഥാർത്ഥ ജീവിതത്തിൽ ശരിക്കും സങ്കടങ്ങൾ ഉണ്ട് ഒരാളാണെങ്കിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളുണ്ട്. പക്ഷെ അമ്മയ്ക്ക് കുറച്ചേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് അമ്മയുടെ വീട്ടിലാണെങ്കിലും അപ്പച്ചൻ്റെ വീട്ടിലാണെങ്കിലും ബന്ധുവീടുകളിലൊക്കെ അമ്മ വന്നാൽ ശാന്തമ്മ ചേച്ചി വന്നിട്ടുണ്ട്, ഇന്ന് നല്ല പുകിലി വർത്തമാനം കേൾക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അമ്മയുടെ അടുത്ത് ഇരിക്കാനും സംസാരിക്കാനും അമ്മയുടെ ആ സാമീപ്യം എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ മരിച്ചതിന് ശേഷം ഞാൻ അമ്മയെ കാണുമ്പോഴെല്ലാം അമ്മയൊരു സങ്കടപ്പെട്ട ഒരു മുഖത്തോടുകൂടി ഞാൻ എപ്പോഴും കാണാറ്. ഒരു വിഷമം. എൻ്റെ അമ്മയുടെ മുഖം ഒരിക്കലും അങ്ങനെ ഒരു സങ്കടപ്പെട്ട മുഖം അല്ലായിരുന്നു. ഒരുപക്ഷെ മക്കളെ ഓർത്ത് ഇന്നും ആ ആത്മാവ് എവിടെയോ ഇരുന്ന് വേവലാതിപ്പെടുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ആളായിരുന്നു. മക്കളെ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു തനിയാവർത്തനം എന്ന് പറഞ്ഞ പോലെ ഞാനും അങ്ങനെ തന്നെയാണ്. അതുപോലെ അങ്ങനെ ആ സഹനങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയെങ്കിൽ അമ്മ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ മറക്കും. ഞങ്ങളെല്ലാം ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരായിരുന്നു. അപ്പം അമ്മ പറയും, എൻ്റെ മക്കൾ ഇങ്ങനെ കൊട്ടപ്പടി അങ്ങനെയായിരുന്നു, എൻ്റെ മക്കൾ കൊട്ടപ്പടി മാർക്കും ഒക്കെ ആയിട്ട് വരുമ്പം എൻ്റെ സങ്കടം എല്ലാം ഞാൻ മറന്നു പോകുമെന്ന്. അത് എൻ്റെ ഇളയ ആംഗ്ല 10ാം ക്ലാസ്സിൽ അന്നത്തെ കാലത്ത് 600 മാർക്ക്. അന്ന് 70s ഉള്ളവർക്കോ 80s ഉള്ളവർക്കൊക്കെ ഓർമ്മ കാണും. ആ 600 507 മാർക്കുണ്ടായിരുന്നു അവന് 10ാം ക്ലാസ്സിൽ. അതൊരു വലിയ മാർക്കായിരുന്നു. തീക്കോയി പഞ്ചായത്തിലെ ഏതാണ്ട് ഏറ്റവും കൂടിയ മാർക്ക് അതാണ്ടായിരുന്നു. അപ്പോൾ അവന് MLA നിന്നാണോ ആരുടെ ഒരു 101 രൂപയുടെ ഒരു സമ്മാനം, ഒരു ക്യാഷ് പ്രൈസ് ആയിരുന്നു കിട്ടിയത്.
അപ്പോൾ അതുകൊണ്ട് അവന് ആദ്യം പാലായിൽ ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് 3 നേറ്റിയിടുന്ന 3 സാരികൾ, കോട്ടൺ സാരികളാട്ടോ, 3 കോട്ടൺ സാരി അമ്മയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്ത് സത്യം പറയും, എൻ്റെ കൊച്ച് കണ്ടോ, അവന് കിട്ടിയ സമ്മാനത്തിൽ നിന്ന് പൈസ അയക്കാതെന്ന് അവൻ എനിക്ക് മേടിച്ചോണ്ട് തന്നതാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മരിക്കുന്നോടം വരെ പറയുമായിരുന്നത്. അങ്ങനെ ആ കൊച്ചു കൊച്ചു സാധനങ്ങൾക്ക് ശേഷം ഒരു ഉയർപ്പ്, മക്കള് കൊച്ചുങ്ങള് കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അത് അമ്മയ്ക്ക് എപ്പോഴും അവര് ഓരോരോ പഠിത്തത്തിൽ നല്ല മാർക്കുകളായിട്ടും നല്ല ജോലിക്കാരായിട്ട് അവർ മാറിയപ്പോഴും ഒക്കെ അമ്മയ്ക്ക് ആ സഹനത്തിന്റെ ആ ഒരു ഉയർപ്പ്, സഹനങ്ങൾക്കപ്പുറമുള്ള ഒരു സന്തോഷം കുറച്ചൊക്കെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആലോചിച്ച് നോക്കിക്കഴിയുമ്പോൾ കൊച്ചു പ്രായത്തിൽ 62 വയസ്സിലെ അമ്മ പോയി. ആ മക്കളൊക്കെ ഒരു എൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹം. ഞാനും അമ്മയും കൂടെ ഞങ്ങൾ അടിച്ചു പൊളിച്ചേനെ ഇവിടെയൊക്കെ. ഞാൻ പലപ്പോഴും ഒത്തിരി മിസ് ചെയ്യാറുണ്ട്. ഞാനും എന്നെ പല ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വരുമ്പം ഞാൻ ആ ഒരു മിസ്സിങ്, എൻ്റെ അമ്മയെ പറയാൻ ആരുമില്ലാത്ത ഒരു, കാരണം നമുക്ക് കൂടപ്പുറപ്പുകളുണ്ട്, കൂട്ടുകാരുണ്ടെന്നൊക്കെ പറഞ്ഞാലും അവർക്കെല്ലാം കുടുംബമുണ്ട്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ, ടൈം ലിമിറ്റ്സ് ഇല്ലാതെ നമ്മളെ എപ്പോഴും നമ്മുടെ വിശേഷം കേൾക്കാനും നമ്മുടെ സങ്കടം കേൾക്കാനും സന്തോഷം കേൾക്കാനും കാത്തിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരാളെന്ന് പറയുന്നത് അമ്മ അല്ലെ അപ്പനാണ്. അവർ പോയി കഴിയുമ്പോൾ നമ്മൾ സത്യത്തിൽ അനാഥരാകുക, നമ്മൾ ഒറ്റപ്പെടുകയാണ് ലോകത്തിൽ. ആ ഒരു നിർവ്യാജമായ സ്നേഹം എന്ന് പറയല്ലേ, ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ കൊച്ചേ എന്നോർത്ത് നോക്കിയിരിക്കുന്ന അത് അവസാന സമയത്ത് അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ദിവസങ്ങളിൽ പോക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല, ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കിടപ്പ് ഒന്നും അല്ലായിരുന്നല്ലോ, നല്ല മിടുക്കിയായിട്ട് ചുരിദാറും ഒക്കെ ഇട്ട്, അതിൻ്റെ അകത്ത് ചുരിദാറൊക്കെ ഇട്ട് സിസ്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ്. സിസ്റ്ററെ നോക്കിയത് അപ്പം സിസ്റ്റർ പറഞ്ഞോ ഒന്നും കൂടെ നല്ല സുന്ദരിക്കുട്ടിയായല്ലോ ശാന്തമ്മ ചേച്ചി എന്നൊക്കെ പറയുമായിരുന്നു സിസ്റ്റേഴ്സ്. അവർ സിസ്റ്റേഴ്സ് നടത്തുന്നതായിരുന്നു ആ റിട്ടയർമെൻറ്റ് ഹോം. അപ്പം അങ്ങനെ നടന്നവരെ ഞാൻ പാട്ടൊക്കെ പാടി, അമ്മയെ ഇവിടുന്ന് മൈക്കിൽ പാട്ടൊക്കെ പാടി അങ്ങോട്ട് പാടി കേൾപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അവസാനം ദിവസം വരെ ഞാൻ ഏതോ ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു അമ്മ. പിന്നെ ഞാൻ കേൾക്കുന്നത് മൂത്ത നാത്തൂൻ വിളിച്ച് പറഞ്ഞു അമ്മ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രോക്ക് വന്നു. അപ്പം മിണ്ടാതെയായി. പിന്നെ പെട്ടെന്നായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ആള് കടന്നുപോയി. അപ്പോൾ അങ്ങനെ അവസാനത്തെ ശ്വാസമൊക്കെ വലിച്ചിങ്ങനെ കടന്ന ആ ഒരു സമയത്ത് സിസ്റ്റേഴ്സ് എന്നെ കൊണ്ട്, ഞാൻ അന്നേരം അത് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത്, അപ്പം ഞാൻ പോരുന്ന അവസാനം ഞാൻ അമ്മയുടെ അടുത്ത് നിന്നിട്ട് പോകുന്നപ്പം ഞങ്ങൾ നല്ല ഗ്രാൻഡ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞാൻ അമ്മയുടെ കൂടെ റിട്ടയർമെൻറ്റ് ഹോമിൽ 1 മാസം നിന്ന് അമ്മയ്ക്ക് വേണ്ടി മാത്രം സമയമെടുത്ത് ഡയാലിസിസിനൊക്കെ അമ്മയുടെ കൂടെ പോയിരുന്ന് അമ്മയ്ക്ക് ദോശ ഇഡ്ഡലിയൊക്കെ മേടിച്ചു കൊണ്ടേ കൊടുത്ത്, അന്നേരം ഇടയ്ക്കിടയ്ക്ക് മസിൽസ് പാസൊക്കെ ഈ ഡയാലിസിസിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് വരുമായിരുന്നു. അത് പാരമ്പര്യമായിട്ട് അമ്മ അതും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അന്നേരം അമ്മ ചോദിക്കുമായിരുന്നു, പറഞ്ഞു എൻ്റെ കൊച്ചെവിടെ, എനിക്ക് മരിക്കാൻ പോവുകയാണോ, അതിനിപ്പുറം എനിക്കൊന്ന് കാണണമായിരുന്നു എന്നൊക്കെ. എല്ലാ മക്കളും എൻ്റെ കൊച്ച്, എൻ്റെ ബോബി, എൻ്റെ ഷൈനി, എൻ്റെ ഇങ്ങനെ പറയുള്ളായിരുന്നു അമ്മ എല്ലാ മക്കളെയും കുറിച്ച്, മക്കളെ എന്നും പറഞ്ഞ്. അപ്പം അവസാനം അമ്മ നോക്കിയിരുന്നതിന് ശേഷം പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ ഒരു സ്ട്രോക്ക് വരുന്നതും ആള് പോകുന്നതും ഒക്കെ. അപ്പം മരിക്കുന്നതിന് ഞാൻ അവിടെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം ആ സിസ്റ്റേഴ്സ് ഇങ്ങനെ അമ്മ കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുന്നു മാത്രമേ ഉള്ളായിരുന്നു. അവസാന ഒരു സ്റ്റേജായിരുന്നു. പക്ഷേ എൻ്റെ മൂത്ത ആങ്ങളമാർക്കൊന്നും അത്ര മനസ്സിലായില്ല. അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കേട്ടപ്പോഴേ മനസ്സിലായി. ശ്വാസം വലിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ എനിക്കിങ്ങനെ ഫോണിൽ വെച്ച് കേൾപ്പിച്ചു തന്നു. അപ്പം ഞാനിങ്ങനെ അവിടുന്ന് അമ്മേ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വിളിക്കുമ്പം സിസ്റ്റേഴ്സ് പറയുന്നുണ്ട്, ശാന്തമ്മ ചേച്ചി ഷൈനിയ കണ്ണു തുറക്കുക. കാരണം ഞാനാന്ന് പറഞ്ഞാൽ എന്നെങ്കിലും ഇച്ചിരി ജീവൻ ശരീരത്തിലുണ്ട് അമ്മ എഴുന്നേറ്റ് വരും എന്ന് അവർക്കറിയായിരുന്നു. പക്ഷേ എഴുന്നേറ്റ് വന്നില്ല. അപ്പം അങ്ങനെ അതിൽ കൂടെയൊക്കെ കടന്ന് ഏതെങ്കിലും, ഞാനെപ്പോഴും ഓർക്കും കുറച്ചും കൂടെ നാളൊക്കെ വന്ന് നിന്ന് മക്കള് നന്നായിട്ട് ജീവിക്കുന്ന, ഒരു കുഴിക്കൊരു കുന്നുണ്ട്, കുന്നിനൊരു കുഴിയുണ്ടെന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ പലപ്പോഴും ഞാനൊരു കുഴിയിൽ കിടന്നിട്ട് മാത്രം കടന്നു പോകാൻ വിധിക്കപ്പെട്ട കുറച്ച് ജന്മങ്ങളുണ്ട്. അതിലൊരാളായിരുന്നു. തീർത്തും പറയാൻ പറ്റിയല്ല, പിള്ളേരൊക്കെ പഠിച്ച് ജോലിയായതും ഒക്കെ കണ്ടു. എന്നാലും കുറച്ച് നാളും കൂടെ ഇരുന്ന് എല്ലാമൊക്കെ ഒന്ന് എൻ്റെ അടുത്തൊക്കെ വന്ന് എല്ലാവരുടെ അടുത്തൊക്കെ ഇഷ്ടമായിട്ടൊക്കെ ഒന്ന് സന്തോഷമായിട്ടൊക്കെ എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ പോകാനുള്ള അച്ഛനും അമ്മയ്ക്കും 2 പേർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ അവർക്ക് സ്വർഗത്തിൽ നിത്യമായ ഒരു സന്തോഷവും ആനന്ദവും ഈ ലോകത്തിൽ കിട്ടാതെ പോയ എല്ലാ സങ്കടങ്ങളുടെയും പകരം തീർത്ത് അവർ 2 പേരും ഇന്ന് സന്തോഷത്തിൽ സ്വർഗത്തിൽ ആനന്ദിക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രത്യാശിക്കുവാണ്. അപ്പം ഈ ഭൂമിയിൽ നമുക്ക് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന മക്കളെല്ലാവരും അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് അർഹതയുള്ള സ്നേഹവും അതൊക്കെ, അവർ ജന്മം മുഴുവൻ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണല്ലേ. അവരെ ആ ഒരു സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അവര് നമുക്ക് വേണ്ടി, അവരുടെ ഒരു കുഞ്ഞുണ്ടാവുന്നുണ്ട്, അവരുടെ സുഖങ്ങളും സന്തോഷമൊക്കെ അവർ വേണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ പുറകെ നടക്കുവാണ് മരിക്കുന്നോടം വരെ. അപ്പോൾ അവര് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരെ നോക്കേണ്ട, ഒരു കെയർ കിട്ടേണ്ട സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അവരെ ഒരിക്കലും അവഗണിക്കാനോ വിട്ടുകളയാനോ ഒന്നും പോകാതെ, കാരണം ജീവിതത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ഇന്ന് ഓർക്കുക, എനിക്ക് ഒരു ദിവസം കൂടെ എൻ്റെ അമ്മ ഒന്ന് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കണം. ഒരൊറ്റ ദിവസം മതിയായിരുന്നു ഇച്ചിരി നേരം സംസാരിച്ചിരിക്കാൻ വന്നിരുന്നെങ്കിൽ. പക്ഷെ വരാൻ പറ്റിയില്ല. ആ ശബ്ദമോ അതൊന്നും നമുക്കിനി കേൾക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ
ആ ശബ്ദവും ആ സാമീപ്യവും ഒക്കെ നമ്മുടെ സമീപത്തുള്ള സമയത്ത് നമ്മൾ ഏറ്റവും അതിനെ പ്രഷ്യസ് ആയിട്ട് നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അവരെ വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഒരു അറിയാതെ അങ്ങ് ഓർത്തുപോയി, പറഞ്ഞുപോയി. ഒരു എപ്പിസോഡിൽ കൂടെ എല്ലാ അപ്പന്മാർക്കും അമ്മമാർക്കും ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഈ ഒരു എപ്പിസോഡിലും ഈ 15 വർഷം എൻ്റെ അമ്മ മരിച്ചിട്ട് തികയുന്ന ഈ എപ്പിസോഡിലും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാ അമ്മമാരെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു ഭയങ്കര ബലഹീനതയാണ്. കാരണം എല്ലാ അമ്മയിലും ഞാൻ എൻ്റെ അമ്മയെ കാണുവാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത എപ്പിസോഡ് ഞാൻ ഈയിടെ ഒരു കാനഡ ട്രിപ്പിനൊക്കെ പോയായിരുന്നു. അപ്പം അടുത്ത് അതിനെക്കുറിച്ചൊരു ട്രാവൽ വ്ളോഗോ എന്തൊക്കെയായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ.